ഹലോ, വെൽക്കം ടു സ്പൈസ് ജെനിക്സ്. ഇത്തവണ ഓണത്തിന് നമുക്ക് സദ്യയിൽ വിളമ്പാനായിട്ട് നല്ല അസാധ്യ ടേസ്റ്റിലുള്ള ഒരു മധുരക്കറി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം 1 കപ്പ് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചുവട് കെട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അത് നമ്മളൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ കേട്ടോ. എപ്പോഴും നമ്മൾ തേങ്ങ വറക്കുമ്പോൾ ഈ തേങ്ങാപ്പീരയെല്ലാം ഒരേ വലിപ്പത്തിലുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലേ നമ്മൾ ഒരേപോലെ വറുത്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ചിലതൊക്കെ പെട്ടെന്ന് അങ്ങ് ബ്രൗൺ കളറാവും, ചിലത് വൈറ്റ് കളറിൽ തന്നെ കിടക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഒരേ വലിപ്പത്തിലുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് വറുത്തെടുക്കുക. അപ്പോൾ തേങ്ങയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും, ടേസ്റ്റും കൂടുതലായിരിക്കും. പിന്നെ ഈ ഒരേ വലിപ്പത്തിൽ കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പക്ഷേ നല്ലപോലെ അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇടുക. ഇത് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ നല്ല ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം പാത്രത്തിന് ചൂട് കാരണം ഇതിൻ്റെ അടിഭാഗത്തുള്ള തേങ്ങ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു പൈനാപ്പിൾ എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം ചെത്തി അതിൻ്റെ പുറത്തുള്ള ആ ബ്ലാക്ക് കളറുള്ള മുള്ളു പോർഷൻസ് എല്ലാം ചെത്തി കളഞ്ഞിട്ടെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ നടുഭാഗത്തുള്ള പോർഷനും കട്ട് ചെയ്ത് കളയണം. ഇത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ പൈനാപ്പിളെല്ലാം ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കാരണം പൈനാപ്പിളിന് കുറച്ച് വേവ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കണം. അത് അരഞ്ഞു പോകാൻ പാടില്ല. ജസ്റ്റ് പൾസിൽ 1-2 പ്രാവശ്യം തിരിച്ചു കഴിയുമ്പോൾ ഇതേപോലെ ക്രഷായിട്ട് കിട്ടും. അപ്പം ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴമാണ് വേണ്ടുന്നത്. ഇത് ഓപ്ഷണലാണ്. ഏത്തപ്പഴം ഇല്ലാതെ പൈനാപ്പിൾ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്കിത് ഈ കറി ഉണ്ടാക്കാം. ഇപ്പം നമുക്ക് ഏത്തപ്പഴം കൂടി ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഈ ഏത്തപ്പഴം തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ മധുരക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച പൈനാപ്പിളും അതിൻ്റെ കൂടെ ആ മിക്സിയിൽ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആ കട്ട് ചെയ്ത് വെച്ച ബനാന പീസസും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി വേണമെങ്കിൽ, അധികം എരിവ് വേണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം പൈനാപ്പിളും ഈ പഴവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് ഉടയണം. ഇതായിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പഴമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിത് ക്രഷ് ചെയ്തിട്ടത് കൊണ്ട് പൈനാപ്പിൾ വേഗം വെന്ത് കിട്ടി. ഇല്ലെങ്കിൽ കുറച്ച് പൈനാപ്പിൾ വേവുള്ളതായതുകൊണ്ട് കുറേ ടൈം എടുക്കും ഇത് നന്നായിട്ട് വെന്തുടയാനായിട്ട്. അതുകൊണ്ടാണ് ക്രഷ് ചെയ്തിട്ട് കേട്ടോ. അതാണ്ട് പഴമെല്ലാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളിതൊന്ന് വെള്ളമയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി ആ വെള്ളം എല്ലാം വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തേങ്ങയും കൂടി ഇടുമ്പോൾ കുറച്ചും കൂടി തിക്കാവും. ഇതൊരു തിക്കായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഗ്രേവി ടൈപ്പ് അല്ല, തിക്കായിട്ടുള്ള ഒരു കറിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അതായത് ഞാനിവിടെ 200 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി എടുത്തിരിക്കുന്നതാണ്. പിന്നെ ഈ മധുരത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് നല്ല മധുരമുള്ള ഒരു കറിയാണ്. ഇതിലേക്ക് അതുകൊണ്ടാണ് കുറച്ച് എരിവിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡറിന് പകരം സാദാ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇതിപ്പോൾ നമ്മൾ ഇളക്കി ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് ആ എണ്ണയിലേക്ക് തന്നെ ഞാൻ കുറച്ച് റൈസിൻസും കൂടെ, അതായത് ഉണക്കമുന്തിരിയും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ ഈ കോട്ടയം സൈഡിലൊക്കെ ഈ മധുരക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഫ്രഷായിട്ടുള്ള ഗ്രേപ്സാണ് ഇടുന്നത്.
ഞാൻ അതിന് പകരം കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം ഈ ഫ്രൈ ചെയ്ത് ഉണക്കമുന്തിരിങ്ങയൊക്കെ ഫ്രൈ ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ലാസ്റ്റിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഫ്രഷ് ഗ്രേപ്സ് ഇട്ട് കൊടുത്താലും മതി. അതിനുശേഷം നമുക്കിത് കടുക് പൊട്ടിച്ച് ഒഴിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ 2-3 ഉണക്കമുളകും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ആ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കടുക് താളിച്ചതും എല്ലാം കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചാൽ ഇത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മധുരക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.